നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബംഗാൾ വീണ്ടും ആളിക്കത്തുകയാണ്. ഇന്നലെയാണ് സുവേന്ദു അധികാരി ബംഗാളിൻ്റെ ആദ്യ BJP മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ചരിത്രപരമായിരുന്നു ആ സത്യപ്രതിജ്ഞാ ചടങ്ങ്. എല്ലാ NDA മുഖ്യമന്ത്രിമാരും അതുപോലെ പല സംസ്ഥാനങ്ങളിലുമുള്ള BJPയുടെ പല പ്രമുഖ നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന BJP അല്ലെങ്കിൽ RSS പ്രവർത്തകരൊക്കെ തന്നെ ആ വേദിയിലുണ്ടായിരുന്നു. ഏതായാലും സുവേന്ദു അധികാരി ചുമതലയേറ്റ് 24 മണിക്കൂർ പിന്നിടുമ്പോൾ വീണ്ടും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു BJP പ്രവർത്തകനെ കൊന്നു തള്ളിയ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് വീണ്ടും പശ്ചിമ ബംഗാളിൽ ഒരു അക്രമം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. പശ്ചിമ ബംഗാളിലെ പുരുലിയ ജില്ലയിൽ BJP നേതാവിനെയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്ര പ്രമുഖ് ആയ ഹാബുലാൽ ഗോപിനെയാണ് ഇപ്പോൾ കനാലി ഗ്രാമത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 45 വയസ്സാണ് BJPയുടെ ഈ നേതാവിൻ്റെ പ്രായം. രാഷ്ട്രീയ വൈരാഗ്യം മൂലം ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണിതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. വ്യാഴാഴ്ച രാത്രി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് വീട്ടിൽ നിന്ന് ഹാബുലാൽ ഇറങ്ങിയത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. എവിടെ പോയി എന്നുള്ളതും വീട്ടുകാരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ള പാർട്ടി പ്രവർത്തകരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ പുരുലിയ മുഫാസിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകമാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇനി അദ്ദേഹത്തെ ആരാണ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് എന്നുള്ളതും TMC ആണ് എന്നുള്ളത് പരസ്യമായി തന്നെ ആരോപിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഗ്രാമപ്രദേശത്തിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടുകാർ കണ്ടതിനെ തുടർന്നാണ് ഭയന്ന് പിന്നീട് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയായിരുന്നു. മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളും പുരുലിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഹാബുലാലിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എതിർപ്പുള്ളവർ അദ്ദേഹത്തെ വകവരുത്തിയതാണെന്നാണ് ബന്ധുക്കളടക്കം ആരോപിക്കുന്നത്. പുരുലിയ ജില്ലയിലെ ബെൽഡി ഗ്രാമത്തിൽ താമസിക്കുന്ന ഗോപ് സജീവ BJP പ്രവർത്തകനായ പ്രദേശത്ത് അറിയപ്പെട്ടിരുന്നുവെന്നും പാർട്ടിയുടെ ശക്തി കേന്ദ്ര പ്രമുഖായി സേവനമനുഷ്ഠിച്ചിരുന്നുവെന്നും പ്രാദേശിക BJP നേതാക്കളും പറയുന്നു. സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും പ്രതികളെ ഉടൻ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട BJPയും യുവമോർച്ചയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. BJP ബംഗാളിൽ ഭരണം പിടിച്ചതു മുതൽ തന്നെ TMC വിറളി പൂണ്ട് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുകയാണ്. അതുവരെ BJPക്കായി പ്രവർത്തിച്ച നേതാക്കളെ എല്ലാം തന്നെ ആക്രമിക്കുന്ന രീതിയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള TMC നേതാക്കളും അതുപോലെ തന്നെ അണികളും കാണിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് പുതിയ ഭരണകൂടം അധികാരമേൽക്കുന്ന വേളയിലുണ്ടായ ഈ മരണം പുരുലിയിലും വലിയ രാഷ്ട്രീയ സംഘർഷത്തിനാണ് കാരണമായിട്ടുള്ളത്. മരണവാർത്ത പരന്നതോടെ ദുഃഖിതരായ ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ കാരണം അജ്ഞാതരായ ചിലർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന് ആരോപിക്കുന്നുണ്ട്. BJPയുമായി ഹാബുലാൽ ഗോപ് സജീവമായി ബന്ധപ്പെട്ടിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെല്ലാം തന്നെ BJPക്കായി പ്രവർത്തിച്ച ഒരു സജീവ പാർട്ടി പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ആസൂത്രിതമായ രീതിയിലാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നാണ് കുടുംബാംഗങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അടക്കം നിരീക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കൊന്നു തള്ളിയിരിക്കുന്നത്. സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കളടക്കം ആവശ്യപ്പെട്ടു. കൊലപാതകത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് BJP നേതൃത്വം ആരോപിച്ചു. ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന ആരോപണത്തിനും സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ സംഘർഷത്തിനും കാരണമായിട്ടുണ്ട്. എന്നാൽ TMC ഈ ആരോപണം നിഷേധിക്കുകയാണ്. ഹാബുലാൽ ഗോപിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് കൊലപാതകത്തിന് കാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനി മരണകാരണം വ്യക്തമാകാൻ
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് അധികൃതരെന്നും അറിയിച്ചു. മൃതദേഹം പുരുലിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും ചേരിതിരിവുകളും പതിവായ ബംഗാളിൽ പുതിയ സംഭവം രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ്. ഗോപിന്റെ മരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണോ എന്നതടക്കം സംഭവത്തിന് പിന്നിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഈ സംഭവം രാഷ്ട്രീയ പ്രവർത്തകരുടെ സുരക്ഷയെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തുവരാൻ കാത്തിരിക്കുകയാണ് കുടുംബവും BJP നേതൃത്വവും. ഈ ഭരണം ജില്ലയിലെ മറ്റുള്ള BJP പ്രവർത്തകരിലും രോഷം ആളിക്കത്തിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെയും അണികളെയും കൊലപ്പെടുത്തി അവർക്കിടയിൽ ഒരു ഭയം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ TMC ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP യുവമോർച്ച അംഗങ്ങൾ സ്ഥലത്തെത്തി ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ ചൊല്ലിയും സംഘർഷം രൂക്ഷമായതോടെ പാർട്ടി അനുയായികൾ ഗ്രാമത്തിന് സമീപവും തടിച്ചുകൂടി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരണകാരണം കൃത്യമായി ഇനി കണ്ടെത്തുന്നതിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിച്ചതിന് ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ആരെയും സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടില്ല. ഈ സംഭവം കൂടി പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും രൂക്ഷമാക്കിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പലപ്പോഴും എതിരാളികൾക്കിടയിൽ കടുത്ത ഏറ്റുമുട്ടലിനും കാരണമാകാറുണ്ട്. തൃണമൂലിന് അധികാരം നഷ്ടമായതിനു ശേഷം ബംഗാൾ കത്തുകയാണ്. ഇതുവരെ 6 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. മെയ് 4-ന് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വിവിധ ജില്ലകളിൽ BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BJPയും തൃണമൂൽ കോൺഗ്രസും തങ്ങളുടെ 2 പ്രവർത്തകർ വീതം കൊല്ലപ്പെട്ടതായി അവകാശപ്പെട്ടിട്ടുണ്ട്. കൊൽക്കത്ത, ഹൗറ, ബെൽഗാട്ട, അസൻസോൾ, കൂച്ച്, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായ അക്രമങ്ങളും ഓഫീസുകൾ തകർക്കലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന നാടാണ് ബംഗാൾ. തോക്ക്, കത്തി, വടിവാൾ, ഇരുമ്പ് വടി, നാടൻ തോക്ക് എന്നിവയൊക്കെയാണ് അവിടുത്തെ കൊലപാതകങ്ങളിൽ പ്രധാനമായി ഉപയോഗിക്കാറുള്ളത്. പക്ഷേ വിദേശ നിർമ്മിത തോക്കുകൊണ്ടാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് റത്ത് വെടിയേറ്റ് വീണത്. മെയ് 6-ന് രാത്രി 10 മണിയോടെയാണ് കൊൽക്കത്തയ്ക്ക് സമീപമുള്ള മധ്യം ഗ്രാമിലാണ് സംഭവം നടന്നത്. ചന്ദ്രനാഥ് റത്ത് സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ കാറിനെ വ്യാജ നമ്പർ പ്ലേറ്റ് പതിപ്പിച്ച മറ്റൊരു വാഹനം തടയുകയും തുടർന്ന് മോട്ടോർ സൈക്കിളിലെത്തിയ അക്രമികൾ വെടിയുതിർക്കുകയുമായിരുന്നു. ഏകദേശം 10 റൗണ്ടോളം വെടിയുതിർത്തതായും 3 വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തറച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഹൃദയത്തിലും വയറിലും വെടിയേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചന്ദ്രനാഥ് റത്തിനെ വധിക്കാൻ ഓസ്ട്രേലിയൻ നിർമ്മിതമായ ഗ്ലോക്ക് പിസ്റ്റളാണ് ഉപയോഗിച്ചത്. സാധാരണ കുറ്റവാളികൾ ഉപയോഗിക്കാത്ത ഇത്തരം അത്യാധുനിക വിദേശ തോക്കുകൾ ഉപയോഗിച്ചത് കൊലപാതകത്തിന് പിന്നിൽ പ്രൊഫഷണൽ ഷൂട്ടർമാരാണെന്ന സംശയത്തിനും ബലം നൽകുന്നു. കൊലപാതകം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആസൂത്രിതമായി നടപ്പിലാക്കിയതാണ്. ഏകദേശം 55 സെക്കൻഡുകൾക്കുള്ളിലാണ് അക്രമികൾ കൃത്യം നിർവഹിച്ചതെന്നും CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. മൊസാദൊക്കെ നടത്തുന്നത് പോലുള്ള ഈ കൊല ഞെട്ടിക്കുന്നതാണ്. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്ന ചന്ദ്രനാഥ് റത്ത് കഴിഞ്ഞ 5 വർഷമായി സുവേന്ദു അധികാരിയുടെ വിശ്വസ്ത സഹായിയായിരുന്നു. ഈ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് നടത്തിയതെന്നും സുവേന്ദു അധികാരി ആരോപിച്ചിട്ടുണ്ട്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ആക്രമണങ്ങൾക്കും കൊലകൾക്കും പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. കാരണം ഈ വിദേശ തോക്ക് എവിടെ നിന്ന് വന്നു? ഇത് വെറുമൊരു തൃണമൂൽ ആക്രമണമല്ല, കൃത്യമായ ഹൈടെക് കൊലയാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രനാഥ് റത്തിന്റെ കൊലപാതകത്തിൽ വിദേശ ശക്തികളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ശക്തികൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നും പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശികളെ ഇന്ത്യയിലെത്തിക്കാൻ ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് വലിയ സഹായം ചെയ്തു കൊടുക്കുന്നത് തൃണമൂൽ പ്രാദേശിക നേതാക്കളാണ്. കോഴിക്കടത്ത്, കാലിക്കടത്ത് എന്നീ പരിപാടികൾ പോലെ അവർക്ക് എളുപ്പമുള്ള കാര്യമാണ് മനുഷ്യക്കടത്തും. വേലിയില്ലാത്തടത്തു കൂടി അതിർത്തി കടക്കുകയാണ് ഇതിലെ ആദ്യ കടമ്പ.
ബംഗ്ലാദേശിലെ ഏജന്റുമാർ ആളുകളെ തിരഞ്ഞെടുത്ത് അതിർത്തി വരെ എത്തിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭാഗത്തെ ഏജന്റുമാർ അവരെ സുരക്ഷിതമായി ബസ് സ്റ്റാൻഡുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ എത്തിക്കുന്നു. ഏകദേശം 7,000 മുതൽ 15,000 രൂപ വരെയാണ് ഒരാളിൽ നിന്ന് അതിർത്തി കടക്കാൻ ഈ സംഘങ്ങൾ ഈടാക്കുന്നത്. വ്യാജ ആധാർ കാർഡുകളും തിരിച്ചറിയൽ രേഖകളും നിർമ്മിച്ചു നൽകാനും പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 2 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളത് പശ്ചിമ ബംഗാളിലാണ്. പക്ഷേ ഇതിനെല്ലാം തന്നെ അന്ത്യം കുറിക്കുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം BJPയുടെ നേതൃത്വത്തിലുള്ള സുവേന്ദു അധികാരി അവിടെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയും അഴിമതിക്കെതിരെയും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.